ഹായ് ഓൾ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സ് 1 എന്ന് പറഞ്ഞ പോർഷൻ ആണ്. അതിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്, എന്തൊക്കെ പോർഷൻസ് ആണ് ഉള്ളത് എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അത് നോക്കാം. ഈ ക്ലാസിക്കൽ മെക്കാനിക്സ് 1 എന്ന് പറയുന്നത് ബേസിക്കലി ലഗ്രാഞ്ചസ് ഫോർമുലേഷനും അതിന്റെ കുറച്ച് എന്താ പറയുക അപ്ലിക്കേഷൻസും ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു യൂണിറ്റിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു സ്പെസിഫിക് സബ്ജക്റ്റിനകത്ത് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന് ലഗ്രാഞ്ചിയൻ ഫോർമുലേഷൻ ഓഫ് മെക്കാനിക്സ്, പിന്നെ ഒന്ന് സെൻട്രൽ ഫോഴ്സ് ആൻഡ് സ്മോൾ ഓസിലേഷൻസ്. ഈ രണ്ട് പോർഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് നമുക്കൊരു കാര്യം ഡിഫൈൻ ചെയ്യാനുണ്ട്. എന്താണ് ക്ലാസിക്കൽ മെക്കാനിക്സ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ വെറുതെ മെക്കാനിക്സ് എന്ന് വിളിക്കാതെ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് വിളിക്കുന്നത്? ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുമ്പോഴത്തേനും നമുക്കറിയാം ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓഫ് മെക്കാനിക്സ് ഉണ്ട്. ക്വാണ്ടം മെക്കാനിക്സ് ഉണ്ട്, ക്ലാസിക്കൽ മെക്കാനിക്സ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ക്ലാസിക്കൽ മെക്കാനിക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണിക്കുന്നത് എന്താണ്, വാട്ട് ഇസ് ഇറ്റ് സ്പെഷ്യാലിറ്റി, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ അപ്ലിക്കേഷൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിനകത്ത് അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ ടോപ്പിക്കിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഈ ക്ലാസിക്കൽ മെക്കാനിക്സ് 1 എന്ന് പറഞ്ഞ പേപ്പറിൽ നമ്മൾ കൂടുതൽ ഡീൽ ചെയ്യാൻ പോകുന്നത് ലഗ്രാഞ്ചിയൻ ഫോർമുലേഷനും ഹാമിൽട്ടോണിയൻ ഫോർമുലേഷനും ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ ലഗ്രാഞ്ചിയൻ, എന്താ ഹാമിൽട്ടോണിയൻ എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് സ്വാഭാവികമായി അറൈസ് ചെയ്യും. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് എന്തിനാണ് ലഗ്രാഞ്ചിയൻ ഫോർമുലേഷൻ, ഇതൊക്കെ എന്തിനാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഈ ലഗ്രാഞ്ചിയസ് ഫോർമുലേഷൻ അല്ലെങ്കിൽ ഹാമിൽട്ടോണിയൻ ഫോർമുലേഷൻ എന്ന് പറയുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. അത് നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിലും അതിന്റെ അപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പൊ ലഗ്രാഞ്ചിയസ് അപ്ലിക്കേഷൻ നമ്മൾ ക്വാണ്ടം ഫീൽഡ് തിയറിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹാമിൽട്ടോണിയൻ നമ്മൾ വേവ് ഫംഗ്ഷന്റെ ടൈം എവല്യൂഷനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഇതിൽ ഓരോ ടോപ്പിക്സിൽ ഫസ്റ്റ് ബ്ലോക്കിലും സെക്കൻഡ് ബ്ലോക്കിലും എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ലഗ്രാഞ്ചിയസ് ഫോർമുലേഷൻ ഓഫ് മെക്കാനിക്സ്. അതാണ് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക്. അതിനകത്ത് വരുന്നത് 4 യൂണിറ്റ് ആണ്. എലിമെന്ററി പാർട്ടിക്കിൾസ് ഓഫ് മെക്കാനിക്സ്, കൺസ്ട്രെയിന്റ് മോഷൻ, ലഗ്രാഞ്ചിയസ് ഇക്വേഷൻ ആൻഡ് ഹാമിൽട്ടോണിയൻ പ്രിൻസിപ്പിൾ. ഈ 4 യൂണിറ്റിലും എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതില് എലിമെന്ററി പാർട്ടിക്കിൾസ് ഓഫ് മെക്കാനിക്സ് ആ റിവിഷൻ എന്ന് പറഞ്ഞ യൂണിറ്റിനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള സിംഗിൾ പാർട്ടിക്കിൾ മോഷൻ എന്തൊക്കെയാണ്, അതിനെ നമ്മൾ എങ്ങനെ ഡൈനാമിക്കൽ വേരിയബിൾസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന്റെ കൺസർവേഷൻ ലോസ്, പിന്നെ അതിനെ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഒരു റിവിഷൻ ആണ് ബേസിക്കലി. അതായത് മെക്കാനിക്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ സിംഗിൾ പാർട്ടിക്കിൾ മോഷനിൽ നമ്മൾ അപ്ലൈ ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ കാണാന്നുള്ളത് നമ്മൾ ഇതിൽ നോക്കും. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് മോഷൻ ഓഫ് മിനി പാർട്ടിക്കിൾ സിസ്റ്റം. നമ്മളൊരു സിംഗിൾ പാർട്ടിക്കിൾ സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും അത് വൈഡർ സ്കെയിലിലേക്ക് അപ്ലൈ ചെയ്തൂടെ? അപ്പൊ വൈഡർ സ്കെയിലിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡൈനാമിക്കൽ വേരിയബിൾസ് ആണ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് അതിലൂടെ പഠിക്കുന്നത്. അങ്ങനെ അതിന്റെ കൺസർവേഷൻ ലോസും നമ്മൾ കാണും. അതാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് യൂണിറ്റിനകത്താണ് നമ്മൾ ഡാലംബേർട്ട്സ് പ്രിൻസിപ്പിൾ, ഡാലംബേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് പ്രപ്പോസ് ചെയ്ത ഡാലംബേർട്ട്സ് പ്രിൻസിപ്പിൾ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പാർട്ടിക്കിളിനെ മിനി പാർട്ടിക്കിൾ ആയിട്ട് എന്താ പറയാ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യത്തിനെ ജനറലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കൺസ്ട്രെയിൻസ് ഇമ്പോസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ കൂടുതൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ആ കൺസ്ട്രെയിൻസ്, എന്തൊക്കെ ടൈപ്പ് കൺസ്ട്രെയിൻസ് ഉണ്ട്, അതിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ വിർച്വൽ വർക്ക് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ ഡിഫൈൻ ചെയ്യും. ആ വിർച്വൽ വർക്കിന് നമ്മൾ ഡാലംബേർട്ട്സ് പ്രിൻസിപ്പിൾ ഡിറൈവ് ചെയ്യും. അതാണ് ആ ടോപ്പിക്കിനകത്ത് വരുന്നത്. പിന്നെ ഒരു ജനറലൈസ്ഡ് കോർഡിനേറ്റിൽ ഇതെങ്ങനെയാണ് വരുന്നത്, നമ്മൾ ആദ്യം സിംഗിൾ പാർട്ടിക്കിളിൽ നിന്ന് തുടങ്ങി മിനി പാർട്ടിക്കിളിൽ അപ്ലൈ ചെയ്ത് ജനറലൈസ്ഡ് ആയിട്ട് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതാണ് സെക്കൻഡ് യൂണിറ്റിൽ പറയുന്നത്. ഇനി തേർഡ് യൂണിറ്റിലേക്ക് വരുമ്പോഴത്തേക്കുമാണ് നമ്മൾ നമ്മുടെ കുറച്ചും കൂടെ മെയിൻ ടോപ്പിക് ഓഫ് ഡിസ്കഷനിലേക്ക് വരുന്നത്. നമ്മൾ ഓൾറെഡി ഡാലംബേർട്ട്സ് പ്രിൻസിപ്പിൾ പഠിച്ച സ്ഥിതിക്ക് നമ്മൾ ഇതിനെ ലഗ്രാഞ്ചിയസ് ഫോർമുലേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇതിനകത്തൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ വിർച്വൽ വർക്ക് എന്ന് പറയുന്ന ഒരു കാര്യം ഡിഫൈൻ ചെയ്ത കാരണം നമുക്കിതില് ലഗ്രാഞ്ചിയസ് ഫോർമുലേഷൻ ഫോർ ഡൈനാമിക്കൽ വേരിയബിൾസ് നമുക്ക് ഇതിനകത്ത് നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റും, വിച്ച് ഇസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. ആ സ്കെയിലർ ക്വാണ്ടിറ്റീനെ നമുക്ക് ലഗ്രാഞ്ചിയസ് ഇക്വേഷൻസും, ലഗ്രാഞ്ചിയസ് ഇക്വേഷൻ എന്ന് വെച്ചാൽ ഏതൊക്കെ ലഗ്രാഞ്ചിയസ് ഇക്വേഷൻ, ലഗ്രാഞ്ചർ ഓയിലർ ഇക്വേഷൻ, ലഗ്രാഞ്ചസ്
ഓയിലർ ഇക്വേഷൻസ് യൂസിങ് വേരിയബിൾ അപ്രോച്ച്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഈ ചാപ്റ്ററിനകത്ത് കാണും. അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിനകത്ത് നമ്മൾ അതൊക്കെയായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ഡാലംബർട്ട്സ് പ്രിൻസിപ്പൽ അല്ലെങ്കിൽ വിർച്വൽ വർക്കിൽ നിന്ന് നമ്മൾ ലഗ്രാഞ്ച് ഫോർമുലേഷനിലേക്ക് കടക്കുന്നത് ഈ ഒരു യൂണിറ്റിനകത്താണ്. ഓക്കെ, ഇനി നമ്മുടെ ഏറ്റവും മെയിൻ അല്ലെങ്കിൽ ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ പ്രിൻസിപ്പിൾ ആണ്, വിച്ച് ഇസ് ദ ഫോർത്ത് യൂണിറ്റ്. ഫോർത്ത് യൂണിറ്റിനകത്ത് നമ്മൾ കോൺഫിഗറേഷൻ സ്പേസ്, ഹാമിൽട്ടോണിയൻ പ്രിൻസിപ്പിൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോഴത്തേനും നമുക്കത് കുറച്ചും കൂടെ പറയാം. നമ്മൾ ഫർദർ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി മനസ്സിലാവും. ഇതിലാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതൊക്കെ ഇതിലൊരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. ഇങ്ങനെ ഫസ്റ്റ് ബ്ലോക്കിനകത്ത് ഫസ്റ്റ് സെക്ഷനകത്ത് 4 യൂണിറ്റ്സിനെ പറ്റിയിട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് ബ്ലോക്കിലേക്ക് കിടക്കാം. നമ്മൾ സെക്കൻഡ് ബ്ലോക്ക് എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇതിന്റെ ബാക്കി പോർഷൻസ് ആണ് കൺസർവേഷൻ തിയറം എന്നൊക്കെ പറയുന്നത്. ഇനി ഇതിന്റെ ബാക്കി പോർഷൻ എന്താണ്? സെൻട്രൽ ഫോഴ്സ് ആൻഡ് സ്മോൾ ഓസിലേഷൻ. സെൻട്രൽ ഫോഴ്സ് ആൻഡ് സ്മോൾ ഓസിലേഷനിൽ 1 ബോഡി പ്രോബ്ലം, 2 ബോഡി പ്രോബ്ലം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലും 4 യൂണിറ്റ് ആണ് വരുന്നത്. 4 യൂണിറ്റിൽ സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലം 1, 2, സ്മോൾ ഓസിലേഷൻ 1, 2 എന്ന് പറയുന്ന കാര്യങ്ങളായിരിക്കും അതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലം, സ്മോൾ ഓസിലേഷൻസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഫിസിക്സ് എന്ന് പറയുന്ന ഏരിയയിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയ ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്ട്രോഫിസിക്സിലായാലും ഇതിന്റെ അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് 2 യൂണിറ്റ്, യൂണിറ്റ് 5 ആൻഡ് യൂണിറ്റ് 6, അതിൽ മൊത്തം സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലത്തിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതെല്ലാം ഡിഫറെന്റ് സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലംസ് ആണ്. സെൻട്രൽ ഫോഴ്സ് മോഷൻ അണ്ടർ ഇക്വേഷൻ ഓഫ് മോഷൻ അണ്ടർ സെൻട്രൽ ഫോഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം എന്താ പറയാ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോബ്ലത്തിനെയാണ് നമ്മൾ എന്താ പറയാ ഡീൽ ചെയ്യുന്നത് ഈ 2 യൂണിറ്റിനകത്ത്. സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലം 1ലും സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലം 2വിനകത്തും. നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് മെയിൻലി പ്രോബ്ലംസ് ആണ്. ഓരോരോ പ്രോബ്ലംസ് നമ്മൾ നോക്കും, അതിന് എന്തൊക്കെ അപ്ലിക്കേഷൻസ് ഉണ്ട് എന്നുള്ളത് നോക്കുകയാണ്. ഈ യൂണിറ്റ് 5 and 6 വരുമ്പോഴത്തേനും 2 ബോഡി പ്രോബ്ലത്തിനെ 1 ബോഡി പ്രോബ്ലം ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നതും അതിന്റെ മ്യൂച്വൽ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ കാരണം ഇതിന് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഈ 2 യൂണിറ്റിനകത്ത് നോക്കുന്നത്. പ്ലാനറ്ററി ഓർബിറ്റ്, കെപ്ലേഴ്സ് പ്രോബ്ലം, പ്ലാനറ്ററി മോഷൻ, ലാപ്ലേസ് റുംഗ്ലൻസ് വെക്ടർ എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ, സ്കാറ്ററിംഗ് പ്രോബ്ലം, ഇതെല്ലാം ഓരോ പ്രോബ്ലം ആണ്. ഓരോരോ എന്താ പറയാ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആണിത്. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിനകത്ത് നമ്മൾ പഠിക്കുന്നത്. ഇനി നെക്സ്റ്റ് യൂണിറ്റ് വന്നിട്ട് 7 and 8 ആണ്. 7 and 8 മെയിൻലി നമ്മൾ ഇതിനകത്ത് പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി എന്നുള്ള കാര്യമാണ് പഠിക്കുന്നത്. സ്മോൾ ഓസിലേഷൻസ് മെയിൻലി നമ്മൾ പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ പെൻഡുലം, മാസ് സ്പ്രിംഗ് സിസ്റ്റം, 2 ബോഡി സിസ്റ്റം, ഇതിനൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്മോൾ ഓസിലേഷൻസ് പഠിക്കുന്നത്. ഇതിന്റെ ഒരു മേജർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഓസിലേറ്ററി മോഷനെ പറ്റിയിട്ടല്ലേ നമ്മൾ പഠിക്കുന്നത്. ആ ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ റീസ്റ്റോറിംഗ് ഫോഴ്സസ് പ്രപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ്, എഫ് എസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എക്സ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ട്, അതായത് എത്രത്തോളം റീസ്റ്റോറിംഗ് ഫോഴ്സ് നമ്മൾ ഒരു സംഭവത്തിന് അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത് എത്രത്തോളം ആ പാർട്ടിക്കിൾ ഡിസ്പ്ലേസ് ചെയ്തു ഫ്രം ഇറ്റ്സ് മെയിൻ പൊസിഷൻ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു സംഭവത്തിന് നമുക്കൊരു ഹാർമോണിക് ഓസിലേറ്റർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്തൂടെ. അതായത് ഒരു പെൻഡുലം അതിന്റെ മെയിൻ പൊസിഷനിൽ നിന്ന് അതിന്റെ എക്സ്ട്രീം പൊസിഷനിലോട്ട് പോകുന്നു, പിന്നെ വീണ്ടും തിരിച്ചു വരുന്നു. ആ ഒരു പ്രിൻസിപ്പിളിനെ നമുക്ക് ഹാർമോണിക് ഓസിലേഷൻസ് ആയിട്ട് നമുക്ക് പറഞ്ഞൂടെ, കാരണം അത് ഹാർമോണിക് ഓസിലേഷൻ ആണ്. വൈ? ഇറ്റ് ഇസ് ഷോയിങ് പീരിയോഡിക് മോഷൻ. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ സ്മോൾ ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് അല്ലെങ്കിൽ യൂണിറ്റിനകത്ത് ഡീൽ ചെയ്യാൻ പോകുന്നത്. അതിന്റെ സെവറൽ പ്രോബ്ലംസ്, ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്താ പറയാ കപ്പിൾഡ് പെൻഡുലം, ഡബിൾ പെൻഡുലം എന്നൊക്കെ പറയുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ് മെയിൻലി. ഇത് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മുടെ ബ്ലോക്ക് 2 എന്ന് പറയുന്നത് ബ്ലോക്ക് 1നേക്കാളും കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലോക്ക് 1 നമ്മൾ കുറച്ചും കൂടെ തിയറിറ്റിക്കൽ ആയിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത് കാര്യങ്ങൾ. ബ്ലോക്ക് 2 വരുമ്പോഴത്തേനും നമ്മൾ ഇത് അപ്ലൈ ചെയ്യുവാണ്. പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോർഷൻ വരുന്നത് ബ്ലോക്ക് 2നകത്താണ്. ഇത് രണ്ടും ഈ 2 പോർഷൻസ് ചേരുന്നതാണ് നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സ് പേപ്പർ 1 എന്ന് പറയുന്ന പോർഷൻ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.